ഇപ്പോൾ നമ്മുടെ പാക്കിൻ്റെ റിസൾട്ട് കണ്ട അടിപൊളി റിസൾട്ടാണ്. പിന്നെ കഴുകുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ചതിന് ശേഷം ഒരു നമ്മുടെ ടീസ്പൂണില്ലേ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മൾ കഴുകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മുഖത്ത് അധികം വഴുവഴുപ്പില്ലാണ്ട് കിട്ടും കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം. നല്ല അടിപൊളിയായിട്ട് നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ സിമ്പിൾ പാക്കുകളൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കുകളൊക്കെ ഇടാനായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യം നമ്മൾ 2 ദിവസം പാട് ഒരു ഉലുവപ്പൊടിയുടെ ഫേസ് പാക്ക് ഇട്ടിരുന്നില്ലേ, നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളതിൽ പാലൊഴിച്ചിട്ടാണ് നമ്മൾ ആ ഒരു പാക്ക് ഇട്ടത് കേട്ടോ. ഇനിയിപ്പോൾ പാലും തൈരൊന്നും നമ്മുടെ മുഖത്തേക്ക് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ചെയ്യാൻ പറ്റുന്ന ഒരു നേച്ചുറൽ റെമഡി തന്നെയാണ്. നമ്മൾ നേച്ചുറൽ റെമഡി തന്നെയാണല്ലേ നമ്മുടെ വീഡിയോസിലൊക്കെ ഉള്ളത്. അത് ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. അതാകുമ്പോൾ നമ്മുടെ മുഖത്തിന് ഒരു ദോഷം വരാത്തൊരു കാര്യമായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്കത് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാക്ക് എന്ന് പറഞ്ഞാൽ ഉലുവാപ്പൊടി വെച്ചിട്ട് തന്നെയാണ്. ഉലുവാപ്പൊടിയും പിന്നെ 1-2 ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് നല്ലൊരു ഫംഗ്ഷനൊക്കെ പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഞാൻ അന്ന് ഉലുവാപ്പൊടിയുടെ ഒപ്പം മുൾട്ടാണി ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാൾക്ക് ശേഷമൊക്കെ ഒരു പാക്കൊക്കെ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ നല്ലൊരു റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു പാക്കൊക്കെ ഇടുന്നതുകൊണ്ട് നമുക്കത് ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നേച്ചുറൽ റെമഡി ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിട്ടിട്ട് നമുക്ക് മുഖത്ത് വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യാനായിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു 15 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ചെയ്യാനായിട്ടൊരു മനസ്സും സമയവും വേണം. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഉലുവാപ്പൊടി പൊടി ആയിട്ട് മേടിച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് കുറച്ചെടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. ഇത് നമ്മളൊരു ഇത്തിരി കട്ടിയിൽ എന്ന് പറഞ്ഞ പോലെ ഇടണം കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് തേനാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. തേൻ നല്ലൊരു മോയ്സ്ചറൈസാണ്. തേൻ തന്നെ തേച്ചാലും മുഖത്ത് ഉണ്ടാവണ കറുത്ത കുത്ത് കോമ പാടുകളൊക്കെ പെട്ടെന്ന് മായ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതും നമ്മളൊരു 1/4 ടീസ്പൂൺ തന്നെ ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് അലോവേരയുടെ ജെല്ലാണ്. അത് വീട്ടിലുള്ള അലോവേരയുടെ ജെല്ലായാലും കുഴപ്പമില്ല, നമ്മൾ ചെപ്പിൽ മേടിച്ചിട്ടുള്ള അലോവേരയുടെ ജെല്ലായാലും കുഴപ്പമില്ല. വീട്ടിലുള്ള ജെല്ലാകുമ്പം ആ മഞ്ഞ കളർ കളഞ്ഞിട്ട് അല്ലെങ്കിൽ മുഖത്തിന് ഇൻഫെക്ഷൻ വരും കേട്ടോ. ചിലവർക്ക് ചൊറിച്ചിൽ വരും. അപ്പം അങ്ങനെ ഇത്തിരി പേടിയൊക്കെ ഉള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അലോവേരയുടെ ജെല്ല് ഉപയോഗിച്ചാൽ മതി. നമ്മുടെ മേടിക്കണ അലോവേരയുടെ ജെല്ല് കേട്ടോ. അത് നല്ലത് നോക്കി മേടിച്ചോളൂ. നമ്മൾ വില കുറവ് കണ്ടിട്ട് മേടിക്കരുത്. ഒത്തിരി കോസ്റ്റ്ലി ആയാലും നമുക്ക് നല്ലത് നോക്കി മേടിച്ചോളൂ കേട്ടോ. അതായത് നമ്മുടെ ത്രിവേദയുടെ അലോവേരയുടെ ജെല്ലാണ് വൈറ്റ് കേട്ടോ. നമുക്ക് ഇത് തന്നെ മേടിക്കണമെന്നൊന്നുമില്ല. നല്ല ആയുർവേദ കടയിൽ പച്ചമരുന്ന് കടയിലൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ഇത് കിട്ടും. അപ്പോൾ അത് നോക്കി മേടിച്ചാൽ മതി. നമ്മൾ സാധാരണ ലോക്കൽ ചെറിയ കടകളിൽ നിന്നും മേടിക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മൾ ഈ 3 ഐറ്റംസ് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഒരു പാക്ക് എന്ന് പറയാനായിട്ട്. സിമ്പിളല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. തേനൊക്കെ നമ്മൾ കൊച്ചു കുട്ടികളുള്ള വീടുകളിലൊക്കെയാണെങ്കിൽ തേൻ എപ്പോഴും ഉണ്ടാവും. ഉലുവ നമ്മുടെ വീട്ടിലില്ലാത്ത ദിവസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നേരെ വറുത്ത് പൊടിക്കല്ല, നേരെ ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അത് കഴുകിയിട്ട് കേട്ടോ, നല്ലപോലെ വൃത്തിയിൽ കഴുകിയിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് വേണം നമ്മളത് മുഖത്തേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ. അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ വല്ല ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണേന് നമുക്ക് വിചാരിച്ചത്ര ഗുണം കിട്ടില്ല. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് ഇത്തിരി കട്ടിയിൽ നമ്മുടെ മുഖത്തിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ പാക്ക്. ഇതെല്ലാം നമ്മൾ സിമ്പിളായിട്ടുള്ള പാക്കുകൾ തന്നെയാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത്. അതേപോലെ സിമ്പിളായിട്ട് ചെയ്യാനും ഒരു മനസ്സും കൂടി കാണിക്കണം കേട്ടോ. ഞാൻ മാത്രം ഓക്കെ ആയിട്ട് കാര്യമില്ലല്ലോ. ചിലവർക്ക് ഉലുവയുടെ സ്മെല്ല് ഇഷ്ടപ്പെടില്ല. പിന്നെ ഈ ഉലുവയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകാനൊരു ഇത്തിരി ടൈം എടുക്കും. ഈ വഴുവഴുന്ന് തന്നെ ഇരിക്കുമല്ലോ. അപ്പോൾ അതാണ് പലർക്കും ഉലുവ ഇടാനുള്ളൊരു മടി. പക്ഷേ ഉലുവയുടെ റിസൾട്ട് നല്ല റിസൾട്ട്. ഉലുവാപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. ഇത്തിരി സമയം എടുത്തിട്ടൊന്ന് കഴുകിയാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കുകൾ ഇടുന്നതല്ലേ ഏറ്റവും നല്ലത്. ഇതിപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ഒന്നും ഇടണ്ട കേട്ടോ.
ഇത് നല്ല കട്ടിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വല്ലാണ്ട് വലിയാനായിട്ട് നിൽക്കണ്ട. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ ഒന്ന് കഴുകിയെടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അത് ഉണങ്ങി പിടിച്ച് കഴിയുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട്. ഇത്രയ്ക്കേ ഉള്ളൂ കാര്യം കേട്ടോ. ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിലും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉലുവാപ്പൊടിയുടെ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇത് നമ്മൾ പാലിൽ കുതിർത്തി വെച്ചിട്ട് അരച്ചിട്ട് വേണമെങ്കിൽ നമുക്കതും അങ്ങനെ മുഖത്തേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഉലുവയുടെ ഇത് നമുക്ക് എങ്ങനെയാണ് ഇടാൻ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ പൊടി മേടിക്കാനായിട്ട് താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് അങ്ങനെയും കുതിർത്തി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചധികം അരച്ചെടുക്കേണ്ടി വരും. വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൽ നമുക്ക് ഇത്തിരി കോളം ഇട്ടിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവരില്ല. അതിനും എളുപ്പം നമുക്കിങ്ങനെ പൊടി മേടിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇതിന് ഉണങ്ങിക്കഴിഞ്ഞാലുള്ള റിസൾട്ട് ഞാൻ തുടക്കത്തിൽ കാണിച്ചു തരാം. നമ്മുടെ കരിവാളിപ്പൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാനും, അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പിഗ്മെൻറ്റേഷനൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തേൻ അതിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ മുഖം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അലോവേരയുടെ ജെല്ല് ജസ്റ്റ് ഒന്ന് മുഖത്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും മോയ്സ്ചറൈസ് ക്രീം ഉണ്ടെങ്കിൽ അത് തേച്ച് കൊടുക്കുക. അത് മസ്റ്റാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യാലും ലാസ്റ്റ് പാക്കിൻ്റെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസ് തേക്കുക, അല്ലെങ്കിൽ നമ്മൾ അലോവേരയുടെ ജെല്ല് നമ്മൾ മുഖത്ത് തേച്ച് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെയിലില്ലെങ്കിൽ തന്നെ സൺസ്ക്രീൻ തേക്കാൻ നല്ലതാണ് കേട്ടോ. അത് തേക്കണം ശരിക്കും നമ്മുടെ മുഖത്തേക്ക്. നമ്മൾ അകത്തിരിക്കുന്ന ആളാണ്, നമ്മൾ പുറത്തേക്ക് പോകണില്ല എന്നും അങ്ങനെയൊന്നും തോന്നാൻ നിൽക്കണ്ട. പക്ഷെ നമ്മളത് തേക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖത്തിന് ആ ഒരു പെട്ടെന്ന് ഇറങ്ങി വരുമ്പോഴുള്ള ആ ഒരു കരിവാളിപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമ്മുടെ മുഖത്ത് ഡള്ളായിട്ടിരിക്കില്ല, ആ ഒരു ഫീലിംഗ് നമുക്ക് വരില്ല. നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.